നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിനെ നഷ്ടപ്പെടുത്തി കളയാതെ നമുക്കൊന്ന് പറയാം, ഞാൻ ശപിക്കപ്പെട്ടവനല്ല, ഞാൻ തകർക്കപ്പെട്ടവനല്ല, ഞാൻ നശിച്ചു പോയവനല്ല, ഹല്ലേലൂയ, ഞാൻ വീണു പോയവനല്ല, ഞാൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട രക്തത്തിനകത്ത് ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഈ രക്തത്തിൻ്റെ ഹല്ലേലൂയ ഗുണത്തെക്കുറിച്ച് ഒരിക്കൽ കൂടെ പറയുന്നു, നിനക്ക് അനുകൂലമായി മാത്രമേ ഇത് സംസാരിക്കത്തുള്ളൂ. ചില രക്തങ്ങൾ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു രക്തം ഇതിനകത്ത് ചലിക്കപ്പെടുകയാണ്. രക്തത്തിന് ഹല്ലേലൂയ നിന്നെ ശുദ്ധീകരിക്കാനും നിന്റെ നിറത്തെ മാറ്റാനും നിന്റെ സ്വഭാവത്തെ മാറ്റാനും നിന്റെ അനുഗ്രഹത്തെ നിന്നിലേക്ക് കൊണ്ടുവരുവാനും ശക്തിയുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാണ്. എവിടേക്കോ ഏതിൻ്റെയൊക്കെയോ രക്തം നിങ്ങൾക്ക് വിരോധമായി നിന്നെങ്കിൽ ഒരു രക്തം ഇതിനകത്ത് ചലിക്കപ്പെടുന്നുണ്ട്. അത് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ജീവന്റെ രക്തമാണ്. എൻ്റെ അപ്പൻ ശപിക്കപ്പെട്ടവനാ, ദാരിദ്ര്യത്തിനകത്ത് കിടന്നതാ. ഒരു നല്ല വർത്തമാനം എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടപ്പോൾ രക്തത്തിൻ്റെ ഗുണത്തിന് മാറ്റം വന്നു. ഹല്ലേലൂയ. നിന്റെ പാപത്തെ കഴുകിയ, നിന്റെ ശാപത്തെ മാറ്റിയ ആ രക്തത്തിന് ഒരു വലിയ ഗുണമുണ്ട്. ആ രക്തം ഹല്ലേലൂയ ചലിക്കപ്പെടുന്നത് അബ്രഹാമിന്റെ സന്തതിയായി ദാവീദിന്റെ പുത്രനായിട്ടാ.